ഹായ് ഹലോ ഹവായു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മമ്മൂട്ടി സുരേഷ് ഗോപിയെ വിലക്കിയത്, സുരേഷ് ഗോപി മമ്മൂട്ടി വിവാദം. ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഫ്രണ്ട്സ്, അതിൽ വിരലമർത്തിയാൽ മതി, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. സുരേഷ് ഗോപിയെ മമ്മൂട്ടി വിലക്കിയത്. സുരേഷ് ഗോപി മമ്മൂട്ടി വിവാദം. എന്താണ് സുരേഷ് ഗോപി മമ്മൂട്ടി വിവാദം? അതായത് സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് സുരേഷ് ഗോപി എല്ലാ കാര്യങ്ങളും മമ്മൂട്ടിയായിട്ട് ചർച്ച ചെയ്യാറുണ്ട്, മോഹൻലാലുമായിട്ടും ചർച്ച ചെയ്യാറുണ്ട്. അപ്പം അദ്ദേഹം തൃശ്ശൂർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാനും 2016 അദ്ദേഹം ബി ജെ പിയിൽ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയും അത് ഇറങ്ങുകയും 2016 രാഷ്ട്രീയത്തിലേക്ക് വരികയും അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയത്ത് മമ്മൂക്കയായിട്ട് ഈ വിവരം ഷെയർ ചെയ്തു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, സുരേഷ്, സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ല, രാഷ്ട്രീയം റിസ്ക്കാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ മന്ത്രിയാവുകയും എം പി ആവുകയും മന്ത്രിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് നീ അത് ശ്രദ്ധിക്കണം, അതൊന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ഇലക്ഷനിലൊക്കെ മത്സരിച്ച് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് സുരേഷേട്ടനോട് സംസാരിച്ചു. അപ്പോൾ ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വാർത്തയായി. മമ്മൂട്ടി പല രീതിയിൽ, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ അതൊരു കോൺട്രവേഴ്സി ആയിട്ട് വരുന്നുണ്ട്. അതായത് മമ്മൂട്ടി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പം സുരേഷ് ഗോപി, അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. സുരേഷ് ഗോപി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള, സാമൂഹിക ബോധമുള്ള, പൗരബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട ആളാണ്. മമ്മൂക്ക അത് അത്രമാത്രം ചിന്തിച്ചില്ല. മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ആളാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരനാണ്. ഇത്രയും സീനിയറായിട്ടുള്ള മലയാള സിനിമയിലെ മെഗാസ്റ്റാറാണ്. കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ലൊരു തലത്തിൽ നിൽക്കുന്ന ഒരു കലാകാരനാണ്, നല്ല കലാകാരനാണ് മമ്മൂട്ടി. സത്യൻ മാസ്റ്റർക്ക് ശേഷം ഇത്രയും മികച്ചൊരു നടനെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്ര സൂക്ഷ്മാഭിനയത്തിൻ്റെ ആളാണ് നമുക്ക്. അപ്പം അത്ര അദ്ദേഹത്തിൻ്റെ സിനിമകൾ സെലക്ട് ചെയ്യുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വിജയങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത്ര സൂക്ഷ്മമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഗ്രൗണ്ട് ടു എർത്ത് ഇറങ്ങി ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല. അദ്ദേഹം കൊണ്ടും ലാലേട്ടനെ കൊണ്ടും പറ്റില്ല. അവരൊരു പ്രത്യേക തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരെക്കാളൊക്കെ വേറൊരു ട്രാക്കിൽ സഞ്ചരിക്കുന്ന ആളാണ് സുരേഷ് ഗോപി കുറേ കൂടി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സാമൂഹിക സേവനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പണ്ടുകാലം മുതൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ശരിക്കും രാഷ്ട്രീയത്തിൽ വരേണ്ട ആളാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് മമ്മൂക്ക പറഞ്ഞത് മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. മമ്മൂക്ക സുരേഷ് ഗോപി ഇപ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇവൻ പുറത്തു പോയി ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത ആളുകൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപദ്രവിക്കാനോ ഹരാസ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യത രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുമുണ്ട്. അപ്പം അതൊക്കെ ഉദ്ദേശിച്ചാണ് മമ്മൂക്ക നിഷ്കളങ്കമായിട്ടാണ് പറഞ്ഞത്. മമ്മൂക്കയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യേഷ്ഠ സഹോദരൻ്റെ പോലെയാണ്. സുരേഷ് ഗോപിയുടെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് മമ്മൂട്ടി സുരേഷ് ഗോപിക്ക്. ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞായിട്ടുണ്ട്, നമ്മൾ സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയുടെ ഫോൺ കോൾ വന്നാൽ, സുരേഷ് ഗോപി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഇത് മമ്മൂട്ടിയാണ് വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തന്നാൽ സുരേഷ് ഗോപി ആ ഫോൺ എടുത്തിട്ട് ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റിട്ടാണ് മമ്മൂട്ടിയോട് ഫോണിൽ കൂടി സംസാരിക്കുക എന്നുള്ളത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അത്രയ്ക്ക് മമ്മൂക്കയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി. ആ റെസ്പെക്റ്റ് സുരേഷ് ഗോപി ചെയ്യാനുള്ള കാരണം മമ്മൂക്കയ്ക്ക് അത്രയും വാത്സല്യം സുരേഷ് ഗോപിയുടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു ഗ്രിഡ്ജോ വഴക്കോ ഒന്നുമില്ല. മമ്മൂക്കയ്ക്ക് പൗരബോധം ഇല്ലാത്ത ആളോ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം അഡ്വക്കേറ്റായിട്ട് മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ വക്കീലാണ്. അപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരനാണ്. കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാംസ്കാരിക ബോധമുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, സുരേഷ് ഗോപിയുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, സുരേഷ് ഗോപിയുടെ ആറ്റിറ്റ്യൂഡും വേറെയാണ്. അപ്പം സുരേഷ് ഗോപി ശരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ട് വർക്ക് ചെയ്ത് വേർത്ത് കുളിച്ചൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അത്രയും ഒരു താരപരിവേഷം വിട്ടിട്ട് അദ്ദേഹം സാധാരണക്കാരനായ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിനെ തൃശ്ശൂരുകാർ വിജയിപ്പിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ടത്. അപ്പോൾ ആ സുരേഷ് ഗോപിയെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പം ഈ രണ്ടുപേരും 2 ട്രാക്കിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ഒരു അനുജനോടുള്ള വാത്സല്യത്തോടു കൂടിയാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിൽ പോയി രക്ഷപ്പെട്ടു പോയാലോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞു കേട്ടു. അപ്പോൾ അത് തെറ്റാണ്. അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്, വളരെ എന്താ പറയുക, ഒരുപാട് ഡീപ്പായിട്ടുള്ള റിലേഷനാണ് എന്ന് ഉള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് സുരേഷ് ഗോപിയും തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്ക ആരെയും ഒരു രീതിയിൽ പാര വയ്ക്കുന്ന സ്വഭാവം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മമ്മൂക്ക ഉള്ളത് തുറന്നു പറയും എല്ലാവരോടും. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മമ്മൂക്ക ആരെങ്കിലും പാര വെച്ചു? അദ്ദേഹത്തെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലേക്ക് ഇപ്പോൾ വലിച്ചഴിക്കുന്ന നമുക്ക് കാണാം പലരും. അദ്ദേഹം വളരെ കൃത്യനിഷ്ഠതയോടുകൂടി, വളരെ സത്യസന്ധതയോടുകൂടി സ്വസ്ഥമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ്, ഒരു മുസൽമാനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഇടയ്ക്ക് വർഗീയ ലെവലിലൊക്കെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ തെറ്റാണ്. അതൊന്നും ശരിയായിട്ടുള്ളൊരു രീതിയിൽ അദ്ദേഹം വളരെ ഒതുങ്ങിക്കൂടി പോകുന്ന മനുഷ്യനാണ്. ഇത്രയും പ്രായത്തിനിടയിൽ അദ്ദേഹം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും അദ്ദേഹം ഒരിക്കലും അങ്ങനത്തെയുള്ള ഇടപാടുകൾക്ക് നിൽക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിവാദങ്ങൾ വലിച്ചഴിക്കുകയോ വിവാദങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് മമ്മൂട്ടി ഒരു ജ്യേഷ്ഠ സഹോദരനും, മമ്മൂട്ടിക്ക് സുരേഷ് ഗോപി ഒരു അനുജനുമാണ്. അപ്പം ആ രീതിയിലാണ് അദ്ദേഹം സുരേഷ് ഗോപിയോട് സംസാരിക്കുന്നത്. അപ്പോൾ അതൊരു വിവാദമാക്കിയ ആളുകൾ കൊണ്ടു നടക്കുന്ന തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. എന്നെ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.